ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തികച്ചും അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പം ഒരു വ്യാഴാഴ്ചയാണ്, വീക്ക് ഡേ ആണ്. അപ്പം ഞാൻ നാളത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പം ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് ഇപ്പം 6 മണിയാവുന്നു, എനിക്ക് ഡിന്നർ കഴിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം 6 മണിയാകുമ്പോഴത്തേനും എൻ്റെ ഡിന്നർ ഞാൻ കഴിച്ച് തീർക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. ഈവനിങ് ടു നൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ വരാം, രാത്രി വരെയുള്ള ഒരു വ്ലോഗാണ്. അപ്പം ഈ വ്ലോഗ് എടുക്കാൻ കാര്യം, ഞാൻ ഇന്ന് വ്ലോഗ് എടുക്കണമെന്നേ വിചാരിച്ചില്ല. ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ഞാൻ മീൻ മേടിച്ചില്ല, കാരണം കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഇന്ന് റോസ്റ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി വരുമായിരിക്കും ഇതിനു മുമ്പ്. അപ്പോൾ അത് കൊണ്ട് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ മീനൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് ഞാൻ നാളത്തേക്കുള്ള മീൻ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും കൊച്ചുമത്തി കിട്ടി. കൊച്ചുമത്തി അവൈലബിൾ ആയിരുന്നു. ഞാനത് വാങ്ങിച്ചു. അത് വാങ്ങിച്ച് ഞാൻ കൊച്ചുമത്തി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വ്ലോഗ് ചെയ്യാൻ തോന്നി. കാരണം ഞാൻ കുഞ്ഞുമത്തി ഇവിടെ കിട്ടാറേയില്ല. അതും ക്ലീൻ ചെയ്യാത്തത് കുറച്ച് ഒരാഴ്ച മുമ്പത്തെ ക്ലീൻ ചെയ്യാത്തത് കിട്ടിയായിരുന്നേ. ക്ലീൻ ചെയ്യാത്തത് ഞാൻ കണ്ടായിരുന്നു. കാരണം എനിക്ക് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യാത്തത് കണ്ടിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുമത്തി പറ്റിച്ചതും ഒക്കെ. അപ്പം അത് ഞാൻ വാങ്ങിക്കാതെ ഞാൻ വിട്ടു. പെട്ടെന്ന് നോക്കിയപ്പോഴത്തേനും കൊച്ചുമത്തി ക്ലീൻ ചെയ്തത് കണ്ടപ്പോഴത്തേനും ഞാൻ വാങ്ങിച്ചു. അത് അപ്പോഴും വാങ്ങിച്ചപ്പോഴും ഞാൻ വീഡിയോ എടുക്കണമെന്ന് വലുതായിട്ട് വിചാരിച്ചില്ല. കണ്ടു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു കൊച്ചുമത്തി പറ്റിച്ചത് വെച്ചൊരു വ്ലോഗ് ചെയ്യാമെന്ന്. കാരണം ഞാൻ ഇതുവരെ മത്തി തീരെ പറ്റിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടും ഇല്ല. പിന്നെ ഞാൻ അങ്ങനെ അത് ഇട്ടിട്ടും ഇല്ലല്ലോ. അപ്പം വിചാരിച്ചു എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് കാര്യങ്ങളിലൊന്നാണ് ഈ കുഞ്ഞൻ മത്തി തീരെ പറ്റിച്ചതുമൊക്കെ. പിന്നെ ഇവിടെ പക്ഷെ അങ്ങനെ കിട്ടാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി, കിട്ടിയപ്പോഴത്തേക്കിന്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു അതങ്ങ് പീര വറ്റിച്ച് വെക്കാം. പിന്നെ നാളത്തേക്ക് ആക്ച്വലി കുറച്ച് ചീരത്തോരൻ, കുറച്ച് കൂടുതൽ ചീര ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അപ്പം അതുകൊണ്ട് നാളത്തേക്ക് ചീരത്തോരൻ ഇരിപ്പുണ്ട്. നാളെ വെള്ളിയാഴ്ചയാണ്, ശ്രീഹരിക്ക് ഓഫീസുള്ള ദിവസമാണ്. അപ്പോൾ ചീര തോരൻ ഇരിപ്പുണ്ട്, കുറച്ച് മോരാച്ചത് ഇരിപ്പുണ്ട്. അപ്പം നാളെ കൊണ്ട് ഞാൻ മിക്കവാറും ഈ ആഴ്ചത്തെ പച്ചക്കറികൾ തീർക്കാനുള്ള ഒരു ശ്രമവും കൂടെ ഞാൻ നടത്തും. കാരണം എന്താ, മറ്റന്നാൾ പിന്നെ വീക്ക് ഡേ അല്ലേ. വീക്ക് ഡേ വരുമ്പോൾ ചിലപ്പോൾ പുറത്തുനിന്ന് മേടിക്കാം അങ്ങനത്തെ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഒരു പകുതി ക്യാബേജും ഇരിപ്പുണ്ട്, ക്യാരറ്റും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം വെച്ചു ക്യാബേജും ക്യാരറ്റും കൂടെ ഒരു തോരൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ ക്യാബേജും ക്യാരറ്റും കൂടെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് എനിക്ക് ഒരു പരിപാടിയില്ല. ജസ്റ്റ് തോരൻ വെക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പീര പറ്റിച്ചതും കൂടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായി. അപ്പം ഇത് മത്തി 1 കിലോ ആണ്. വറക്കാനുണ്ട്. നാളെ ഞാൻ വറക്കുന്നില്ല. ഞാൻ വിചാരിച്ചു മറ്റന്നാളത്തേക്ക് വറക്കാൻ എടുത്ത് വയ്ക്കാം. നാളെ പീര പറ്റിച്ചത്, ചീരത്തോരൻ, ക്യാബേജ് തോരൻ എല്ലാം തോരനാണ്. അതാ ഒരു പ്രശ്നം. പിന്നെ മോര് കാച്ചിയത്, അതിനകത്ത് മാത്രം തോരനില്ല. സാരമില്ല, ഇന്ന് അങ്ങനെ അങ്ങ് പോട്ടെ. മെഴുക്കുവരട്ടി വെക്കാൻ എനിക്ക് വേറൊന്നും ഇരിപ്പില്ല. ഇത് ഇന്നത്തെ ചീരത്തോരൻ, അത് ഒത്തിരി ഒന്നും ഇല്ല, കുറച്ചേ ഇരിപ്പുള്ളൂ. ഇത്രേ ഇരിപ്പുള്ളൂ. മെഴുക്കുവരട്ടി വെക്കാനൊന്നും ഇല്ല. ഇത് ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റിട്ട്, ചൂടല്ലേ, ചിലപ്പോൾ ചീത്തയായാലോ. അപ്പോഴെന്തായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം ഇന്ന് അങ്ങനെ ഒരു വ്ലോഗ് എടുക്കാൻ പോവാണ്. അപ്പം ആദ്യം ഞാൻ കഴിക്കട്ടെ. അപ്പം കഴിക്കുമ്പം ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് വരട്ടെ. രാവിലെ ഞാൻ വെള്ളക്കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ദോശയുടെ കൂടെ മിക്കവാറും ഈ ചമ്മന്തി മാത്രമായിട്ട് ഞാൻ എടുക്കത്തില്ല. ചമ്മന്തി മാത്രമായിട്ട് എടുക്കുന്ന ദിവസം പയറ് പുഴുങ്ങിയതും എടുക്കും. അല്ലെങ്കിൽ ദോശയുടെ കൂടെ കടലക്കറി, പയറുകറി, ഗ്രീൻ പീസ് കറി, അങ്ങനെ ഞാൻ ഈ വക ഐറ്റംസ് ഒക്കെ ഓരോ ദിവസം എടുക്കാൻ ഇപ്പം ഞാൻ ശ്രമിക്കുന്നുണ്ട്. സാമ്പാറിനകത്ത് പരിപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിലും എനിക്ക് സാമ്പാറിലും കുറച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കടലയും പയറും ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓരോരോ കാര്യങ്ങളാണ്. അപ്പം ഞാൻ രാവിലെ ദോശയും കടലക്കറിയായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം ദോശയും കടലക്കറിയും, വെള്ളക്കടലയാണ് ഇത്തവണ എടുത്തത്. അപ്പം ഇപ്പം ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കഴിക്കാൻ ഇപ്പം ശ്രമിക്കുന്നുണ്ട്.
അപ്പം 2 ദോശ മതി, വൈകുന്നേരം അല്ലേ. വൈകുന്നേരം ഞാൻ 2 ദോശയാണ് മിക്കവാറും. പിന്നെ ഭയങ്കരമായിട്ട് വിശന്നിരുന്നാലേ ഞാൻ കൂടുതൽ ദോശ കൊടുത്തുള്ളൂ. ഇപ്പം എനിക്ക് മാത്രം ചുട്ടാൽ മതി. ശ്രീഹരിക്ക് ഇപ്പം ചൂടേണ്ട ആവശ്യമില്ല. ശ്രീഹരി ഒരു 7:30 ആകുമ്പോഴേ കഴിക്കത്തുള്ളൂ. ഒത്തിരി ലേറ്റ് ആക്കത്തില്ല. 8 മണി, മാക്സിമം 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിക്കാൻ വരും. ആക്ച്വലി സാമ്പാറും കുഞ്ഞുമത്തി പറ്റിച്ചതൊക്കെയാണ് നല്ല കോമ്പിനേഷനാണ്. സാമ്പാറിനോട് ഈ മത്തി പീര പറ്റിച്ചതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. സാമ്പാർ വെക്കുന്നില്ല, ഓൾറെഡി വെച്ചു ഈ വീക്ക്. ഇനിയിപ്പം ഞാൻ വീക്കിൻ്റെ തുടക്കത്തിലാണ് മിക്കവാറും സാമ്പാർ ഐറ്റംസ് ഒക്കെ വെക്കുന്നത്. അതുകൊണ്ട് ഇനിയില്ല. ഇനിയിപ്പം വെച്ചാൽ തന്നെയും ചിലപ്പം സാമ്പാർ 2 ദിവസമൊക്കെ ഇരിക്കും. അപ്പം ഇരുന്നാൽ വേസ്റ്റ് ആവും. ഞാനിനി സാമ്പാർ വെക്കുന്നില്ല. മൂരി വെച്ചതൊക്കെ ആയിട്ട് നല്ല സൂപ്പർ കോംബോ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സൂപ്പർ കോംബോയാണ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് കേൾക്കുമ്പോൾ വിചാരിക്കും എന്തോ ഉത്തര പറയാനാണെന്ന്. പക്ഷെ എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. മത്തി പീര വെച്ചതും പ്രത്യേകിച്ച് കുഞ്ഞു മത്തി പീര വെച്ചതൊക്കെ. അപ്പോൾ സമയം കളയാതെ ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ബാക്കി മത്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുമത്തി. ഞാനിതിവിടെ എന്താ പറയുന്നത്, ഇത് ഫുൾ ക്ലീൻ ചെയ്താ വന്നത്. പക്ഷേ വാല് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അവരിപ്പോൾ. ഞാനിപ്പോൾ വാലൊക്കെ ഇപ്പം കട്ട് ചെയ്ത് ഒന്ന് കഴുകി വെച്ചു. ഇത് നമുക്കിനി ഉപ്പിട്ട് ഒന്നുകൂടെ അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഒരു ഉടുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കഴുകാം. അപ്പൊ അങ്ങനെ ഇതിൽ നമുക്ക് പകുതി നമുക്ക് പറ്റിക്കാൻ വെക്കാം. ബാക്കി പകുതി വറക്കാനോ കൂട്ടാൻ വെക്കാനോ എന്തിനെങ്കിലും വെക്കണമെന്നാണ്. അപ്പൊ ഇന്ന് നമുക്കിത് പകുതി നമുക്ക് പറ്റിക്കാം. അപ്പൊ ഞാനുണ്ടല്ലോ ഇവിടെ പപ്പാതി ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് ഞാൻ പീര പറ്റിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഞാൻ മാറ്റി വെച്ചു. ബാക്കി പകുതി നമുക്ക് എന്താ പറയുന്നത്, ബാക്കി പകുതി ഞാൻ വെള്ളം ഒഴിച്ച്, അതിനിടയ്ക്ക് ഞാൻ മൈക്ക് ഓൺ ആണോ എന്നാണ് നോക്കുന്നത്. വെള്ളം ഒഴിച്ച് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മറ്റന്നാൾ നമുക്ക് എന്താ പറയുന്നത് എന്തെങ്കിലും മറക്കുവോ കറി വെക്കുകയോ എന്തെങ്കിലും ചെയ്യാം. മറ്റന്നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നാളെ മത്തി പറ്റിച്ചത് മാത്രം മതി. നാളെ 2 കൂടെ, കാരണം മറ്റന്നാൾ ശനിയാഴ്ചയാണ്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് അപ്പം പിന്നെ ഇനി വേറെ ഒന്നും മേടിക്കണ്ടല്ലോ. ശനിയാഴ്ചത്തേക്ക് വേറെ ഒന്നും വേണ്ട. ഞായറാഴ്ച വല്ല ചിലപ്പം വേറെ എന്തെങ്കിലും ചിക്കനോ വല്ല മേടിച്ചെന്നിരിക്കും. അപ്പം ഇത് ഞാൻ ഫ്രീസറിലേക്ക് കയറ്റട്ടെ. ഇനി നമുക്ക് തേങ്ങ തിരുമണം. തേങ്ങ തിരുമാൻ ഇന്ന് ശ്രീഹരിയെ വിളിക്കുന്നില്ല. കാരണം ശ്രീഹരി പണിത്തിരക്കിലാണ്. ശ്രീഹരി കുറച്ച് ബിസി ആയിട്ടിരിക്കുക. ഓഫീസിൽ നിന്നൊക്കെ വന്നു. ഇപ്പം സമയം എത്ര? 7. ഞാനിപ്പം കഴിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് 7 മണി കഴിഞ്ഞു. അപ്പോൾ ശ്രീഹരി ബിസി ആയതുകൊണ്ട് നമുക്ക് അങ്ങ് തേങ്ങ തിരുമ്മി അങ്ങ് പറ്റിക്കാം. എന്നിട്ടൊരു 7:30 തേങ്ങ തിരുമ്മി വെക്കാം. അത് കഴിഞ്ഞ് മിക്കവാറും ശ്രീഹരിയുടെ ദോശ കൊണ്ട സമയമാവും. അപ്പം ഞാൻ ഈ തേങ്ങയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വരട്ടെ. അപ്പം നമുക്കിനി തേങ്ങ തിരുമാം. ഇപ്പം ഇവിടെ കിട്ടുന്ന തേങ്ങ ചെറുതുമാണ്. ഇതിൻ്റെ വലിപ്പം കണ്ടോ?
കുറച്ച് വലിയ തേങ്ങ കിട്ടുമായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. ഇപ്പം പക്ഷേ ചെറിയ തേങ്ങയാണ്, 50 രൂപയുണ്ട്. മറ്റേത് 30 രൂപ 40 രൂപ കിട്ടുമായിരുന്നു ഒരു തേങ്ങ. ഇതിപ്പോൾ ഒരു തേങ്ങയ്ക്ക് 50 രൂപയാണ്. അപ്പം നമുക്ക് വേഗം ഇത് തിരുമ്മിയെടുക്കാം. ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യമാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പം ഞാൻ ഈ മത്തി കാരനാണ് ഇത്രയും മെനക്കെട്ട് ചെയ്യുന്നത്. ചിലപ്പം ഇത് മത്തി അല്ലാതെ വേറെ വല്ല മീനുമായിരുന്നെങ്കിൽ ഞാനിപ്പം തേങ്ങ തിരുമത്തില്ലായിരുന്നു. ഞാൻ അതിനിടയ്ക്കൊരു കാര്യം പറയാൻ വന്ന ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് തന്നെയല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ ദോശയൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും പ്രോട്ടീൻ സംഭവം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തിന് നല്ലത്. ദോശ ചമ്മന്തിയായിട്ട് കഴിക്കുന്നതിലും, പ്രത്യേകിച്ച് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇങ്ങനെ ഡയറ്റൊക്കെ ചെയ്യുന്നവർ, കാരണം അവർക്ക് കൂടുതലും നമ്മൾ ഇത്ര നേരം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ആവശ്യമുള്ളതെല്ലാം കിട്ടണമല്ലോ. അപ്പം ഇതുപോലെ ദോശ കഴിക്കുമ്പം ഇതുപോലെ പയറ്, കടലക്കറി, ചിക്കൻ കറി, നോൺ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചിക്കൻ കറി അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചപ്പാത്തി കഴിക്കുമ്പോഴാണേലും വെറുതെ ചപ്പാത്തിയുടെ കൂടെ വെറുതെ ഒരു ഉള്ളിക്കറി കഴിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ ചെയ്യുന്നവർ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രോട്ടീനൊന്നും നമുക്ക് ശരീരത്തിൽ പ്രോട്ടീൻ കിട്ടും. തലമുടിയൊന്നും അധികം പൊഴിയത്തില്ല. ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യമാണ് ഈ തലമുടി പൊഴിച്ചിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ തുടക്കകാലത്ത്. കാരണം എനിക്ക് അത്രയും ഒരു അറിവ് അതിനെപ്പറ്റിയില്ല. പിന്നെ ഞാനിത് കഴിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിച്ചാണ് അത് നേരെയാക്കി എടുക്കരുത്. പ്രത്യേകിച്ച് വണ്ണത്തിലിരിക്കുന്നവരാണെങ്കിൽ വണ്ണം കുറയ്ക്കുമ്പം തലമുടി പൊഴിയും, ഉറപ്പായിട്ടും തലമുടി പൊഴിയും ആ ഒരു വണ്ണം വെയിറ്റ് ലോസിൻ്റെ സമയത്ത്. അപ്പം അങ്ങനെ തലമുടി ഒന്നും പൊഴിയാതിരിക്കണമെങ്കിൽ പ്രധാനമായും ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇതുപോലെ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ ചീര ഇൻക്ലൂഡ് ചെയ്യണം, നട്ട്സ്, സീഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ. ഇതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും അങ്ങനെയുള്ള ഡയറ്റ് എടുക്കുന്നവർ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡെഫിഷ്യൻസീസ് എന്തായാലും വരും, ഉറപ്പാണത്. ഇതുപോലെ തലമുടി പൊഴിയുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബ്ലഡ് കൗണ്ട് കുറയുക, പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും വരും. നല്ലതായിട്ട് ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചവരാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഈറ്റിംഗ് വിൻഡോയിൽ ഉറപ്പായിട്ടും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്ന പ്രോട്ടീനായിട്ടുള്ള കാര്യങ്ങളും ഇലക്കറികളും ഒക്കെ കഴിച്ചിരിക്കണം. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് എടുത്ത വീഡിയോയിൽ. പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം വെയിറ്റ് ലോസ് ചെയ്യുന്നവർ. ഒരു വേള ദോശയുടെ കൂടെ നിങ്ങൾക്ക്, ഇടയ്ക്ക് ഞാൻ ഓർക്കുമ്പോൾ ഇത് പറയുന്നതാണ്, ദോശയുടെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചമ്മന്തി, സാമ്പാർ ഇഷ്ടമല്ല, ചമ്മന്തി മാത്രമേ ഇഷ്ടമുള്ളൂ എന്നുള്ളവർ കുറച്ച് പയറ് പുഴുങ്ങി ചുമ്മാതെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കണം. അല്ല വെറുതെ ദോശയും ചമ്മന്തി മാത്രം കഴിക്കല്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറുപയർ പുഴുങ്ങിയതോ അല്ലെങ്കിൽ വെള്ളക്കടല പുഴുങ്ങിയത്. എനിക്ക് വെള്ളക്കടല പുഴുങ്ങിയത് വലുതായിട്ട് ഇഷ്ടമല്ല. എനിക്ക് ചെറുപയർ പുഴുങ്ങി കുറച്ച് തേങ്ങ തിരുമ്മി അതിനകത്ത് ഇട്ടോ അല്ലെങ്കിൽ ഉപ്പും കുരുമുളകും കൂടി ഇട്ടോ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം വെറുതെ അങ്ങ് എന്താ പറയുന്നത് ഇതാക്കല്, വെറുതെ ഇങ്ങനെ ദോശ ചമ്മന്തി മാത്രം കഴിക്കില്ലെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇഞ്ചി, കുഞ്ഞുള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് എടുക്കാം. കുഞ്ഞുള്ളി ഒത്തിരി ആയാലും ഒരു വല്ലാത്ത ടേസ്റ്റ് വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുള്ളി എപ്പോഴും ഒരു പാകത്തിന് എടുക്കാവുള്ളൂ. ഇതുപോലെ തേങ്ങ അരയ്ക്കുന്ന കറികൾക്കൊക്കെ കുഞ്ഞുള്ളി അരയ്ക്കുന്ന കറികൾക്കൊക്കെ ഒത്തിരി കുഞ്ഞുള്ളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം തോന്നിക്കും, പാകത്തിനല്ലെങ്കിൽ. അതുകൊണ്ട് ഒത്തിരി വേണ്ട. അല്ല വഴറ്റിയെടുക്കുന്നതിനകത്തല്ല, അരയ്ക്കുന്ന കറി. അതുകൊണ്ട് കുറച്ച് കുഞ്ഞുള്ളി മതി. കുറച്ചെന്ന് വെച്ചാൽ ആവശ്യത്തിന്. പിന്നെ ഇഞ്ചി, ചിലർ ഇഞ്ചിയുടെ ടേസ്റ്റ് ഒന്നും ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ മീനിന് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല മീനിന്. പ്രത്യേകിച്ച് വറക്കുമ്പോൾ കുഴപ്പമില്ല, വറക്കുമ്പോഴാണെങ്കിലും എനിക്ക് ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന എനിക്ക് വലിയൊരു സുഖമില്ല. ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന. അതല്ലാതെ
വെളുത്തുള്ളി ചേർത്താൽ കുഴപ്പമില്ല. പക്ഷെ ഈ കറികൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എനിക്ക് വലിയ ഒരു എന്താ പറയുന്നത്, എനിക്ക് വലിയ ഇഷ്ടം അല്ല. അപ്പോൾ നമുക്ക് മത്തി പറ്റിക്കാനുള്ള അരപ്പങ്ങ് തയ്യാറാക്കാം. തേങ്ങ ചിരകിയത്, കുഞ്ഞുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെന്താ എരിവിന് ആവശ്യത്തിനുള്ള ഒരു 3 പച്ചമുളകും, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങ് അരയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. എന്താണ് എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി, ഒന്ന് ഒത്തിരി അങ്ങ് അരഞ്ഞു പോവല്ലേ. എന്നിട്ട് അത് ഈ മീൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് കുടംപുളിയാണ് ചേർക്കേണ്ടത്. പിന്നെ ഉപ്പും ചേർക്കണം. ഉപ്പും കുടംപുളിയും പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർക്കണം. പിന്നെ മാങ്ങ ചേർക്കാൻ ഉണ്ടെങ്കിൽ, മാങ്ങയാണ് ചേർക്കാനുണ്ടെങ്കിൽ മാങ്ങയുടെ പുളി അനുസരിച്ച് മാങ്ങ ചേർക്കുക. അതൊക്കെ ചേർത്ത് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. ഇച്ചിരി കൂടി, ഇത്രയും പോരാ, ഞാൻ പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ഇത് നന്നായിട്ട് അങ്ങ് വേവിച്ച് അങ്ങ് വറ്റിച്ചേക്കാം. നമ്മുടെ മത്തി പറ്റിച്ചൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഇത് ചെയ്താൽ മതി. ഞാൻ നാളത്തേക്ക് ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ വയ്ക്കാൻ ക്യാബേജ് അരിഞ്ഞു. ഇനി ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാളത്തേക്കുള്ള പരിപാടിയൊക്കെ തീരും. അപ്പം നമുക്ക് ഇതിനകത്ത് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങ് അടച്ച് അപ്പം ഞാൻ ഈ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയൊന്നും ഇല്ല. ഇനി എനിക്ക് അടുക്കള ഒന്ന് ചെറുതായിട്ടൊരു ക്ലീനിങ്, ഞാൻ ഓൾറെഡി ഉച്ചയ്ക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാ. കാരണം ഞാൻ ഇത്രയും കുക്കിംഗ് രാത്രി ജസ്റ്റ് ദോശ ഉടൽ മാത്രമേ ഉള്ളെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നാണ് എൻ്റെ പ്ലാനൊക്കെ മാറിയത്. അതുകൊണ്ട് ഞാനൊന്ന് നല്ലതായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതാ. ജസ്റ്റ് ഇപ്പം ഒന്ന് ക്ലീൻ ചെയ്യുക. കുറച്ച് പാത്രം, വളരെ കുറച്ച് പാത്രം മാത്രമേ കഴുകാനുള്ളൂ. അത് കഴുകുക. ഒന്ന് മേല് കഴുകുക, കയറി കിടന്നുറങ്ങുക. കാരണം ഇനി മേല് കഴുകാതെ ഉറങ്ങാൻ പറ്റും തോന്നില്ല. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എന്താ പറയുന്നത്, പെട്ടെന്ന് ഞാൻ വളരെ വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഈ മത്തിയില്ലേ, ഞാൻ ക്ലീൻ ചെയ്തത് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം ഇത് കുറച്ചുണ്ട്. കുഞ്ഞു മത്തി എന്നാകുമ്പോൾ 1/2 കിലോ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഏറെ ഉണ്ടല്ലോ. അപ്പോൾ ക്ലീൻ ചെയ്യാത്താണെങ്കിൽ ഞാൻ ഏറ്റെടുക്കത്തില്ലായിരുന്നു. ഞാൻ മൈൻഡ് ചെയ്തത്. എനിക്ക് ഒരാഴ്ച മുമ്പ് ഇതുപോലെ ക്ലീൻ ചെയ്യാത്തത് കണ്ടാണ്. പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് അതിന് മെനക്കെടാൻ വയ്യ. അത് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് വെക്കാൻ വയ്യ. സത്യം പറയാമല്ലോ, ഇവിടെ എല്ലാം അങ്ങ് വൃത്തികേടുമാകും, അങ്ങ് മണമൊക്കെ ആകും. അതുകൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിച്ചതാ. പക്ഷെ നന്നായി. ഇനി മത്തി ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ കൊച്ചുമത്തിയുടെയൊക്കെ ടേസ്റ്റ് മനസ്സിലാവും. മത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റാണ് കൊച്ചുമത്തി പറ്റിച്ചതും കറി വെച്ചതും വറുത്തതും എല്ലാം നല്ല ടേസ്റ്റാണ്. ഞാനൊരു മത്തി ഫാനാണ്. മത്തി ഫാൻകാർക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത് പറയാനാണ്. ഇനി ഇത്തരം പരിപാടികളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.